സൽമാന്റെ ഒരു വാഹനം കൂടി പിടിച്ചെടുത്ത് കസ്റ്റംസ്. ഓപ്പറേഷൻ നംകോറിന്റെ ഭാഗമായാണ് നീക്കം. കളമശ്ശേരിയിലെ സിഗ്നേച്ചർ കാർസിൽ സൂക്ഷിച്ച നിസാൻ പെട്രോൾ കാറാണ് പിടിച്ചെടുത്തത്. ലക്കി ഭാസ്കർ സിനിമയിൽ ഉപയോഗിച്ച വാഹനമാണ് പിടിച്ചെടുത്തതെന്നാണ് വിവരം. ഓപ്പറേഷൻ നുംകോർ അന്വേഷണത്തിന്റെ ഭാഗമായി ദുൽഖർ സൽമാന്റെ 3 ആഡംബര വാഹനങ്ങളാണ് നേരത്തെ കസ്റ്റംസ് പിടിച്ചെടുത്തിരുന്നത്. കള്ളക്കടത്ത് കേസിൽ ഒരാളുടെ അറസ്റ്റും രേഖപ്പെടുത്തി. കോഴിക്കോട് MS റോഡ് വേ കാർസിന്റെ പങ്കാളി സൈൻ മാർവിയാണ് അറസ്റ്റിലായത്. നിയുക്ത ചങ്ങനാശ്ശേരി MLA വിനു ജോബ് സഞ്ചരിച്ച വാഹനം അപകടത്തിൽപ്പെട്ടു. ചങ്ങനാശ്ശേരി തൃക്കൊടിത്താനത്ത് നന്ദി പര്യടനം നടത്തുമ്പോഴായിരുന്നു അപകടം. വിനു ജോബ് സഞ്ചരിച്ച ജീപ്പിന് നിയന്ത്രണം നഷ്ടമാവുകയായിരുന്നു. 2 കോൺഗ്രസ് പ്രവർത്തകർക്ക് പരിക്കേറ്റു. വിനു ജോബിന് കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങളില്ല. പരിക്കേറ്റവരെ ചെത്തിപ്പുഴയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. VD സതീശന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിന് എത്തില്ലെന്ന് ശശി തരൂർ. സത്യപ്രതിജ്ഞാ ദിനം ബോസ്റ്റണിലായിരിക്കുമെന്നാണ് തരൂർ അറിയിച്ചത്. ബോസ്റ്റണിലെ ഫ്ലെച്ചർ സ്കൂൾ ഓഫ് ലോ ആൻഡ് ഡിപ്ലോമസിയുടെ ബിരുദദാന ചടങ്ങിൽ ഉദ്ഘാടന പ്രസംഗം നടത്താൻ പോവുകയാണെന്ന് സാമൂഹിക മാധ്യമമായ എക്സിലൂടെയാണ് തരൂർ അറിയിച്ചത്. തിങ്കളാഴ്ചയാണ് മുഖ്യമന്ത്രിയായി VD സതീശനും മറ്റു മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, മല്ലികാർജ്ജുൻ ഖാർഗെ തുടങ്ങിയവരും എത്തും. കർണാടക, തെലങ്കാന മുഖ്യമന്ത്രിമാരും പങ്കെടുക്കും. തിരുവനന്തപുരത്തെ സെൻട്രൽ സ്റ്റേഡിയത്തിൽ 1 ലക്ഷം പേരെ അണിനിരത്തി സത്യപ്രതിജ്ഞയ്ക്കാണ് ഒരുങ്ങുന്നത്. KSRTCയുടെ ചില്ല് അടിച്ചു തകർത്ത യുവതി. സ്റ്റോപ്പില്ലാത്ത സ്ഥലത്ത് ബസ് നിർത്തണമെന്നാവശ്യപ്പെട്ട യുവതി അതിന് തയ്യാറാകാത്തതിൽ പ്രകോപിതയായി KSRTC ബസിന്റെ ചില്ല് അടിച്ചു തകർത്തു. സൂപ്പർ ഫാസ്റ്റ് പ്രീമിയം ബസിന്റെ സൈഡ് ഗ്ലാസ് ആണ് അടിച്ചു പൊട്ടിച്ചത്. കോഴിക്കോട് മിംസ് ആശുപത്രിക്ക് സമീപത്തെ സ്റ്റോപ്പിൽ ബസ് നിർത്താൻ ആവശ്യപ്പെട്ടു. എന്നാൽ ഇവിടെ സ്റ്റോപ്പില്ലാത്തതിനാൽ ബസ് നിർത്താൻ കഴിയില്ലെന്ന് ഡ്രൈവറും കണ്ടക്ടറും മറുപടി പറഞ്ഞു. എന്നാൽ അവിടെ തന്നെ നിർത്തണമെന്ന് പറഞ്ഞുകൊണ്ട് യുവതി ബഹളമുണ്ടാക്കി. ഇതിനിടെ ബസ്സിനുള്ളിലെ ഗ്ലാസ് ബ്രേക്കിംഗ് ഹാമർ ഉപയോഗിച്ച് മുൻവശത്തെ ഡോറിന്റെ ചില്ല് തകർക്കുകയായിരുന്നു. പതിനാറാം നിയമസഭയുടെ ആദ്യ സമ്മേളനം വ്യാഴാഴ്ച മുതൽ. പുതിയ അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ അന്ന് നടക്കും. 22-ാം തീയതിയായിരിക്കും സ്പീക്കർ തെരഞ്ഞെടുപ്പ്. മെയ് 29-ന് ഗവർണർ നയപ്രഖ്യാപനവും നടത്തും. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വൻ വിജയം നേടിയെങ്കിലും മുഖ്യമന്ത്രി ആരാണെന്ന് തീരുമാനിക്കുന്നതിൽ കോൺഗ്രസിന് വലിയ കാലതാമസം ഉണ്ടാവുകയായിരുന്നു. ഫലം വന്ന 11-ാം ദിവസമായ ഇന്നലെയാണ് കോൺഗ്രസ് നിയമസഭാ കക്ഷി നേതാവായി VD സതീശനെ ഹൈക്കമാൻഡ് പ്രഖ്യാപിച്ചത്. KSRTCയിൽ പ്രതിഷേധിച്ച മഹിളാ മോർച്ച പ്രവർത്തകർക്ക് സൗജന്യ ടിക്കറ്റ് നൽകി വനിതാ കണ്ടക്ടർ. UDF പ്രകടന പത്രികയിൽ വാഗ്ദാനം ചെയ്ത KSRTC സൗജന്യ യാത്ര നടപ്പാക്കാത്തതിൽ പ്രതിഷേധിച്ച് BJP രംഗത്ത്. സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ മഹിളാ മോർച്ച പ്രവർത്തകർ KSRTC ബസ്സിൽ കയറി പ്രതിഷേധിച്ചു. KSRTC ബസ്സിൽ കയറി ടിക്കറ്റ് എടുക്കാതെയായിരുന്നു പ്രതിഷേധം. 15-ാം തീയതി മുതൽ സൗജന്യ യാത്ര എന്നായിരുന്നു കോൺഗ്രസ് വാഗ്ദാനമെന്നും എന്നാൽ അത് നടപ്പാക്കിയില്ല എന്നുമാണ് മഹിളാ മോർച്ച നേതാവ് നവ്യ ഹരിദാസ് പറഞ്ഞത്. പിണറായി വിജയനെ വീട്ടിലെത്തി കണ്ട് നിയുക്ത മുഖ്യമന്ത്രി VD സതീശൻ. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 12:10ഓടെയാണ് VD സതീശൻ ബേക്കർ ജംഗ്ഷനിലുള്ള പിണറായി വിജയന്റെ വീട്ടിലേക്ക് എത്തിയത്. 12 മണിയോടെ തന്നെ എത്തുമെന്ന അറിയിപ്പ് ലഭിച്ചിരുന്നതിനാൽ പിണറായി വിജയനും ഭാര്യ കമലയും പൂമുഖത്ത് തന്നെ നിന്നിരുന്നു. കാറിൽ നിന്നിറങ്ങിയ VD സതീശനെ ഇറങ്ങിവെന്നാണ് പിണറായി വിജയൻ സ്വീകരിച്ചത്. ശേഷം ഇരുവരും കൈകൾ ചേർത്തുപിടിച്ച് മാധ്യമങ്ങളെ അഭിവാദ്യം ചെയ്തു. SSLC പരീക്ഷാഫലം പ്രസിദ്ധീകരിച്ചു. പൊതുവിദ്യാഭ്യാസ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയാണ് ഫലം പ്രഖ്യാപിച്ചത്. ഉച്ചയ്ക്ക് 3:30 മുതൽ ഔദ്യോഗിക ഫലം വെബ്സൈറ്റിൽ ലഭ്യമാക്കി. 99.07% വിജയ ശതമാനം. 4.17 ലക്ഷം വിദ്യാർത്ഥികളായിരുന്നു റിസൾട്ട് കാത്തിരുന്നത്. ഈ മാസം അവസാനം പരീക്ഷ എഴുതാനും സംവിധാനമുണ്ടാകും. ജൂൺ ആദ്യ ആഴ്ച +1 പ്രവേശന നടപടികൾ ആരംഭിക്കും. കഴിഞ്ഞ വർഷം 99.5% വിജയം. BJPക്കെതിരെ യൂത്ത് കോൺഗ്രസ് പരാതി നൽകി. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ, ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി എന്നിവരെ അധിക്ഷേപിക്കുന്ന തരത്തിൽ ചിത്രം പ്രചരിപ്പിച്ച BJPക്കെതിരെയാണ് നിയമ നടപടി. കേരള BJPയുടെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിലൂടെ പങ്കുവച്ച പോസ്റ്റ് വർഗീയ ചേരിതിരിവ് ലക്ഷ്യമിട്ടുള്ളതാണെന്നാരോപിച്ച് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് വിഷ്ണു സുനിൽ DGPക്ക് പരാതി നൽകി. നീറ്റ്
നീറ്റ് UG പുനഃപരീക്ഷാ തീയതി പ്രഖ്യാപിച്ചു. ജൂൺ 21-നാണ് പരീക്ഷ നടക്കുക. ഈ മാസം 3-ന് നടത്തിയ പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയെ തുടർന്ന് റദ്ദാക്കിയിരുന്നു. പുതുക്കിയ പരീക്ഷാ തീയതി 7 ദിവസത്തിനകം അറിയിക്കുമെന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി അറിയിച്ചിരുന്നു. ചോദ്യപേപ്പർ ചോർച്ച കേസ് CBI അന്വേഷണം പുരോഗമിക്കുകയാണ്. ഈ മാസം 3-ന് നടന്ന പരീക്ഷയ്ക്ക് മുമ്പ് പ്രചരിച്ച മാതൃകാ ചോദ്യക്കടലാസിലെ 140 ചോദ്യങ്ങൾ യഥാർത്ഥ പരീക്ഷയിൽ ഉൾപ്പെട്ടെന്നായിരുന്നു ആരോപണമുയർന്നത്. ഇതോടെയാണ് നീറ്റ് UG പരീക്ഷ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി റദ്ദാക്കിയത്. വീണ്ടും പരീക്ഷ എഴുതുന്നവർക്ക് പുതിയ രജിസ്ട്രേഷൻ വേണ്ട, അധിക ഫീസ് അടയ്ക്കേണ്ട. റദ്ദാക്കിയ പരീക്ഷയുടെ ഫീസ് വിദ്യാർത്ഥികൾക്ക് തിരിച്ചു നൽകും.